തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് തുടരുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ വിധി എഴുത്ത് നടക്കുന്ന 7 ജില്ലകളിലും ഉച്ചവരെ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അതുല്യ, ഉച്ചവരെ മികച്ച പോളിംഗ് ആണ്. വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതും കൂടി അറിയുന്നു. എന്നിരുന്നാലും ഈ പ്രശ്നബാധിത ബൂത്തുകൾ 450-400 മുകളിലുണ്ടെങ്കിലും അവിടെ കാര്യമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടെടുപ്പിൽ ഉടനീളം അങ്ങനെ ക്രമസമാധാന ലംഘനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുല്യ. കാളിദാസ്, എന്നായാലും ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് ആരംഭിച്ച് ആദ്യ മണിക്കൂറുകളിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് പകുതി സമയം പിന്നിട്ടപ്പോൾ തന്നെ പോളിംഗ് ശതമാനം 40 കടന്നു എന്നുള്ളതാണ്. അതായത് ആകെ ഒരു 10-11 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പോളിംഗ് സമയത്തിൽ അതിലെ ആദ്യ 5 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ 40-ലധികം ശതമാനം പോളിംഗ് കടക്കുക എന്ന് പറയുന്നത് മികച്ച ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ വോട്ടിംഗ് ശതമാനം കൂടുന്നത് ഒരു നല്ല ശുഭസൂചനയായി തന്നെയാണ് മുന്നണികളും കണക്കാക്കുന്നത്. 40.53% വരെ ആദ്യ മണിക്കൂറുകളിൽ, അതായത് ആദ്യ 5 മണിക്കൂറിൽ കടന്നു എന്ന് പറയുന്നത് പോളിംഗ് വലിയ രീതിയിൽ കനത്ത രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ്. മാത്രമല്ല വളരെ സമാധാനപരമായാണ് വോട്ടിംഗ് പുരോഗമിച്ചത്. വളരെ അപൂർവം 1-2 ബൂത്തുകളിലെ വളരെ ചെറിയ പ്രശ്നങ്ങൾ മാത്രം ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാ ഇടങ്ങളിലും തീർത്തും സമാധാനപരമായി മറ്റ് പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കൃത്യമായ സജ്ജീകരണങ്ങളെല്ലാം തന്നെ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ട്. വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ, അതുപോലെ തന്നെ വോട്ടിംഗ് യന്ത്രങ്ങൾ, മറ്റ് പോളിംഗ് ഓഫീസർമാരുടെ ലഭ്യത, ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ സമാധാനപരമായും അതുപോലെ തന്നെ വളരെയധികം എഫക്റ്റീവായിട്ടും വോട്ടിംഗ് നടത്താൻ സഹായിച്ചിട്ടുണ്ട്. കാട്ടാക്കട, മുതിയ വിളയിലും അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ ഒരിടത്തും മാത്രമാണ് വോട്ടിംഗ് മെഷീനിൽ ചെറിയൊരു തകരാറ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ അതിന് പകരം വോട്ടിംഗ് മെഷീൻ എത്തിച്ചിരുന്നു. മാത്രമല്ല വളരെ ചെറിയൊരു സമയം മാത്രമാണ് ഇത്തരത്തിൽ വോട്ടിംഗ് ഡിസ്റപ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇവ രണ്ടും ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാ ബൂത്തുകളിലും ഇന്ന് വളരെ സമാധാനപരമായി തന്നെ വോട്ടിംഗ് നടന്നു എന്നുള്ളതാണ്. മാത്രമല്ല പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക രംഗത്തെ ആളുകളെല്ലാം തന്നെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ വന്ന് വോട്ട് ചെയ്തു പോയി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വളരെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ പലരും ആദ്യ മണിക്കൂറുകളിൽ തന്നെ, അതായത് 8 മണി ആകുമ്പോഴേക്കും തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കൾ അവരവരുടെ ബൂത്തുകളിൽ ഏറ്റവും ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു. വി ഡി സതീശൻ, KC വേണുഗോപാൽ, അടൂർ പ്രകാശ്, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി, സജി ചെറിയാൻ, MA ബേബി, അതുപോലെ മന്ത്രി P പ്രസാദ്, ഇവരെല്ലാവരും തന്നെ ഏറ്റവും ആദ്യ മണിക്കൂറിൽ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ശശി തരൂർ, അതുപോലെ തന്നെ ഹൈബി ഈഡൻ MLA, മന്ത്രി വീണ ജോർജ്, തൃക്കാക്കര MLA ആയിട്ടുള്ള ഉമാ തോമസ്, ഇവരെല്ലാവരും തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മുന്നണികളെല്ലാവരും തന്നെ, അതായത് ഈ വോട്ട് രേഖപ്പെടുത്തി പുറത്തിറങ്ങുന്ന എല്ലാവരും തന്നെ നല്ലൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതായത് ഒരു മുന്നണിക്കും പറയാൻ ഒരു ആത്മവിശ്വാസക്കുറവ് ഇല്ല എന്നുള്ളതാണ്. അവരവരുടെ വിഷയങ്ങളെ വലിയ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാ മുന്നണികളും കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കാൻ, അത് ജനങ്ങളിലേക്ക് കൃത്യമായി പ്രചരിപ്പിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് UDF ഉറച്ചു വിശ്വസിക്കുന്നു. തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ വിലക്കയറ്റം, അക്രമ രാഷ്ട്രീയം, അതുപോലെ തന്നെ ക്രമസമാധാനത്തിൻ്റെ തകർച്ച, കുത്തഴിഞ്ഞ ഒരു സാമ്പത്തിക രംഗം, അതായത് സാമ്പത്തിക രംഗത്തേക്കൊരു കെടുകാര്യസ്ഥത, ഈ വിഷയങ്ങളെയൊക്കെ തന്നെ ജനങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നമ്മളോട് പറഞ്ഞത്. മുന്നണികളെല്ലാം അവരുടെ വിജയപ്രതീക്ഷ തന്നെ പങ്കുവെക്കുന്ന പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. എന്തായാലും ഇപ്പോൾ എറണാകുളത്ത് നിന്ന് വിനയ രാജ് ചേരുന്നു. വിനയ, എറണാകുളത്ത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. ആദ്യ മണിക്കൂറുകളൊക്കെ കഴിഞ്ഞപ്പോഴും ആ പോളിംഗ് നിലയിൽ എറണാകുളം അങ്ങനെ തലപൊക്കി നിൽക്കുന്നു. എറണാകുളം 1-ാം സ്ഥാനത്ത് തന്നെ ഈ പോളിംഗ് നിലയിൽ ഉണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ വിനയ?
ജില്ലയിൽ മികച്ച പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. 7 മണിക്ക് തന്നെ നേതാക്കൾ അടക്കം വന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. തൃക്കാക്കര MLA ആയിട്ടുള്ള ഉമാ തോമസ്, ഹൈബി ഈഡൻ MP, കൂടാതെ മറ്റ് മുതിർന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയ നേതാക്കളും മന്ത്രി P രാജീവ്, കൂടാതെ സിനിമാ മേഖലയിലുള്ള രഞ്ജി പണിക്കർ, ലാൽ, ദിലീപ് തുടങ്ങിയവരടക്കം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മികച്ച പോളിംഗ് തന്നെയാണ് രാവിലെ മുതൽ തന്നെ ജില്ലയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും എല്ലാ മുന്നണികളും കഴിഞ്ഞ ഒരു മാസത്തിനിടെ ശക്തമായിട്ടുള്ള പ്രചരണ പരിപാടികൾ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ജനവിധി തേടുകയാണ്. പോളിംഗ് ഈ വോട്ട് അടക്കം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏതായാലും വോട്ട് രേഖപ്പെടുത്തി പുറത്തു വരുന്ന എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ ആത്മവിശ്വാസം തന്നെയാണ് പ്രധാനമായും പങ്കുവയ്ക്കുന്നത്. LDF ആണെങ്കിലും UDF ആണെങ്കിലും ഒരു അഭിമാന പോരാട്ടം എന്നോണമാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിനെ കാണുന്നത്. 2020 പാർട്ടിയാണെങ്കിൽ ഭരണം പിടിക്കുക, കൂടുതൽ സീറ്റുകൾ നേടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് 2020യും കൂടാതെ BJPയും മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. കോർപ്പറേഷനിലേക്ക് അടക്കം സ്ഥാനാർത്ഥികളെ ഇറക്കി മത്സരിക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അതേസമയം ഈ സാമ്പാക്കുട പഞ്ചായത്തിൽ ഓണക്കൂർ 10ാം വാർഡിലെ സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് ആ വാർഡിലെ പ്രാതിനിധ്യ വോട്ടെടുപ്പ് മാത്രമാണ് മാറ്റിവെച്ചിട്ടുള്ളതെന്നും മറ്റ് ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്ന് തന്നെ നടക്കുമെന്നും അല്ലെങ്കിൽ നടക്കുമെന്നും നേരത്തെ തന്നെ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. സമാധാനപരമായി തന്നെയാണ് ഈ പോളിംഗ് നടക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ജില്ലയിൽ മികച്ച പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. ശരി, വിനയരാജാണ് എറണാകുളത്തെ പോളിംഗിൻ്റെ വിവരങ്ങൾ പങ്കുവച്ചത്. പോളിംഗ് ബൂത്തിൽ വോട്ടർമാരുടെ നീണ്ട നിര ഉണ്ട് എന്ന് പറയുമ്പോഴും ആ നീണ്ട നിര പെട്ടെന്ന് തന്നെ ചെറിയ നിരയിലേക്കും വോട്ട് ചെയ്ത് പോകാൻ സാധിക്കുന്ന തക്ക ഒരു നിര തന്നെയാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഒരു പോളിംഗ് ബൂത്തുകളിലും രേഖപ്പെടുത്തിയിട്ടില്ല. അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ നേരത്തെ തിരുവനന്തപുരത്തെ ഒരു സ്വിച്ചിൽ കുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ചിഹ്നത്തിന് കുത്തുമ്പോൾ BJPയുടെ ചിഹ്നത്തിന് നേരെ ലൈറ്റ് വരുന്നു എന്നുള്ള തരത്തിലൊരു പ്രശ്നമൊക്കെ ഉടലെടുത്തിരുന്നു. അത്തരത്തിൽ ആ പ്രശ്നങ്ങളൊക്കെ പിന്നീട് പരിഹരിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായത്. അതായത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും എവിടെയും ഈ ആദ്യഘട്ട വോട്ടെടുപ്പിനെ സംബന്ധിച്ച് ഉയർന്നിട്ടില്ല എന്നുള്ളതും കൂടിയാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും പോളിംഗ് ശതമാനം, ഭേദപ്പെട്ട പോളിംഗ് എന്നുള്ളത് നല്ല ഉയർന്ന പോളിംഗ് തന്നെയാണ്. ഇത്തവണ ആദ്യത്തെ 5 മണിക്കൂർ പിന്നിടുമ്പോഴാണ് ഈ ഒരു 40% എന്നുള്ള 40% മുകളിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ വൈകുന്നേരത്തോടെ 6 മണിയോടെ ആകുമ്പോഴേക്കും കൂടുതൽ പോളിംഗ്